എറണാകുളത്ത് മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ മേഘന മുരളി നൽകുന്നുണ്ട്. മേഘന, ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാളെ ഈ പ്രതി ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്ന വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അതാണ്. എപ്പോഴാണ് ഈ അന്വേഷണ സംഘം തെളിവെടുപ്പിന് എത്തിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്നലെ 52-കാരിയെ ക്രൂരബലാത്സംഗത്തിനിടയാക്കിയ പ്രതി അസം സ്വദേശിയായ ഫിർദോസ് അലിയെ ഇപ്പോൾ തെളിവെടുപ്പിനായിട്ട് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഒരു വൈകിട്ടോടു കൂടിയാണ് നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു വലിയൊരു ബലാത്സംഗ പീഡന വാർത്ത പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഹൃദയ ഭാഗമാണ്, നഗരപ്രദേശമാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് റെയിൽവേ സ്റ്റേഷനും കൂടിയോജിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ബലാത്സംഗ പീഡന വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഫിർദോസ് അലി എന്ന് പറയുന്ന വ്യക്തി, ഈ പീഡനത്തിരയായ 52 വയസ്സായ മധ്യവയസ്കയായ സ്ത്രീ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ക്ലോക്ക് റൂമിലെ ജീവനക്കാരിയാണ്. ഇവിടെ നിന്ന് ആ സ്ത്രീയെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, അതായത് മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് പ്രതി ഫിർദോസ് അലി ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ നിന്നാണ് ക്രൂരമായ പീഡനത്തിനിരയാക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് അധികം നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ പീഡനത്തിനിരയാക്കിയിട്ടും സ്ത്രീയുടെ വലിയ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ തടയാനുള്ള ശ്രമങ്ങളും ഒന്നും ഉണ്ടായിട്ടും നാട്ടുകാരുടെ ശ്രദ്ധ ഇത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടുകാർ ഈ സ്ത്രീയെ അവശനിലയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുന്നത്. ഈ റെയിൽവേ ട്രാക്കിലാണ് ഇപ്പോൾ അസം സ്വദേശിയായ ഫിർദോസ് അലിയെ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഫിർദോസ് അലി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. തെളിവെടുപ്പ് തുടങ്ങുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഈ 52 വയസ്സുള്ള സ്ത്രീയെയും ഫിർദോസ് അലിയും കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് ഈ സ്ത്രീ സാമ്പത്തികമായിട്ട് പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് വാഹനക്കൂലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പ്രലോഭിപ്പിക്കുന്നത്. ശേഷം ഓട്ടോയിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പുല്ലേപ്പടി എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് പുല്ലേപ്പടി എന്ന് പറയുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് റെയിൽവേ സ്റ്റേഷനും ഒന്നിച്ചു കൂടുന്ന ഒരു പ്രദേശമാണ്. ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം വലിയ മുറിവുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണിപ്പോൾ. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ഫിർദോസ് അലിയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആലുവ പോലെയുള്ള അല്ലെങ്കിൽ വാളയാർ പോലെയുള്ള പീഡന വാർത്തകൾ ഓരോ ദിവസവും കടന്നു വരുമ്പോഴും വീണ്ടും കൊച്ചി പോലെയുള്ള, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള ഇത്രയും പുരോഗമിച്ച നഗരമധ്യത്തിൽ ഇതുപോലുള്ള സ്ത്രീ പീഡന വാർത്തകളൊക്കെ പുറത്തു വരുന്നത് വളരെ ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. കാരണം ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. അനുജ, ഇന്നലെ കഴിഞ്ഞ ബുധനാഴ്ച 13-ാം തീയതിയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ വാർത്തകൾ പുറത്തോട്ട് വരുന്നത് ഈ സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതിനു ശേഷമാണ് ഈ വാർത്തകളടക്കം പുറത്തോട്ട് വരുന്നത്. പ്രതി ഫിർദോസ് അലി സ്വദേശിയാണ്. അദ്ദേഹം 10 വർഷമായി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കോളനിയിൽ താമസക്കാരനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേരിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിരവധിയായ കേസുകളുമുണ്ട്. അതുപോലുള്ള ക്രിമിനൽ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഫിർദോസ് അലി. മാത്രമല്ല ഇതുപോലുള്ള പീഡന കേസുകളിൽ പ്രതിയാകുന്ന അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരി, വ്യക്തമാണ് മേഘന. ഇപ്പോൾ എറണാകുളത്ത് മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുമായ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മധ്യവയസ്കയ്ക്കെതിരെ ക്രൂരമായ ബലാത്സംഗം ഈ അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയത്. ഇപ്പോൾ ഇയാളുമായി പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടത്തുന്നതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മേഘനയാണ്.